ഇങ്ങനെയൊക്കെ കയറിയിരിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണും, ഒരു തരി പോലും സ്കിപ്പ് ചെയ്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു രക്ഷയില്ലാത്ത ലെവൽ സാധനമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു വലിയ ടയർ എടുത്തിട്ടുണ്ട്, ആദ്യം ഇത് കഴുകിയെടുത്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ മുഴുവനായിട്ട് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടയർ കഴുകി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി അത് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അക്ഷരാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഇത്രയും വലിയൊരു സ്പീക്കറാണ്. അതായത് ഇതിനുള്ളിൽ ഒരു വലിയ സ്പീക്കർ സബ് വെച്ചിട്ട് ഇവിടെ സ്പീക്കറൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു ജിമ്മിട്ട സാധനമാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേ ടയർ എന്ന് പറയുന്നത് അത്യാവശ്യം ഈ ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ JCB അല്ല, എന്താ പറയുക, കണ്ടെയ്നർ വലിയ ബസ് അതിൻ്റെ ടയറാണ്. അളവും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കറക്റ്റ് ആയിട്ടുള്ളത്. ഏതായാലും പഴയതായാലൊക്കെ മതി, നമുക്ക് പുതിയൊന്നും വേണമെന്നില്ല. ഇത് പഴയതാണ് കേട്ടോ. ടയർ പഞ്ചർ ഒട്ടിക്കാൻ കൊടുത്താൽ അങ്ങനത്തെ കിടക്കണ്ടാവും, അതായത് വലിയ വലിയ വണ്ടിയുള്ള സ്ഥലങ്ങളിൽ കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം രക്ഷയില്ല, ഭയങ്കര വലുതാണ് കണ്ട. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റും. അതായത് നമുക്ക് നോക്കിയാൽ ഞാൻ കാണിച്ചു തരാം, ഈ ഹോളിൽ കൂടി അപ്പുറത്തേക്ക് കിടന്ന് കാണിച്ചു തരാം. അത്രയും വലിപ്പമുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഹോള് കണ്ടാ. ഹോളുണ്ട് കേട്ടോ, കണ്ടാ, ഒരു ഹോളുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ചാടിയോ കണ്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടയറിന് അത്യാവശ്യത്തിലേറെ വെയിറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിലൊന്ന് ഇങ്ങനെയൊക്കെ കയറിയിരിക്കാം, ഇങ്ങനെ മറിയുന്നുള്ളൂ കണ്ടാ, നല്ല വെയിറ്റ് ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗീവ് വേ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും അതിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചിട്ടുണ്ടാവുക. എന്തായാലും ചുരുങ്ങിയത് ഒരു കമൻറ്റെങ്കിലും ഇട്ടുണ്ടാവുക ഗീവ് വേ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും ഫോളോ ചെയ്തിട്ടുണ്ടാവുക. റിയൽ ജാസ് എന്ന അക്കൗണ്ട് ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഫസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും മാക്സിമം ചെക്ക് ചെയ്യുക, എല്ലാവരും ഗീവ് വേയിൽ പങ്കെടുക്കുക. ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് TV അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ഇതിലേതിൽ നിങ്ങൾക്ക് വരെ ചൂസ് ചെയ്യുക. അപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 1-ാം തീയതി തൊട്ട് നവംബർ 31-ാം തീയതി വരെയാണ്. അപ്പോൾ അതുവരെ എല്ലാ വീഡിയോസിനും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഏതൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വിന്നറെ ചൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ ഇതിൻ്റെ കുറേ പണിയുണ്ട്, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഗൈസ്, അപ്പോൾ നമ്മളെ ജയൻ്റെ ടയർ ഇവിടെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ടയർ കൂടി എടുത്തിട്ടുണ്ട്. അതായത് ഇതിനുള്ളിൽ വരുന്നത് 14 ഇഞ്ച് വിത്ത് ഇത് 22. ഇതിനുള്ളിൽ വരുന്നത് 20-ഉം അതുപോലെ തന്നെ പുറത്ത് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 24-മാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇത് ഇരുന്നോളും കണ്ട, അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇത് നമ്മളെ സ്പീക്കർ വരുന്നത് 12 ഇഞ്ചാണ്. ഈ ഒരു ടയറിൻ്റെ ഉള്ളിൽ 14 ഇഞ്ചാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ 12 ഇഞ്ചിൻ്റെ JBL സ്പീക്കർ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 14 ഇഞ്ച് പുറത്ത് അതുപോലെ തന്നെ 11 ഇഞ്ച് ഉള്ളിൽ വരുന്ന അളവിൽ കട്ട് ചെയ്തൊരു പ്ലൈവുഡ് എടുത്തിട്ടുണ്ട് കണ്ട. 9 mm തോന്നുന്നുണ്ട് പ്ലൈവുഡ്. ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സബ് വെച്ചാൽ കറക്റ്റായിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഇനി നമ്മൾ ഇത് ഫുള്ളായിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കണം. ഈ ഒരു വലിയ ടയറിൽ ഈ ഒരു ചെറിയ ടയർ എങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിരുത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കട്ടെ. വാ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ പശ തേച്ച് കൊടുക്കാൻ പോകുന്നത്. ഫ്ലെക്സ് ക്യൂ കണ്ടെടുത്തേക്കുന്നത് ഈ ഒരു ടയർ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തൽക്കാലത്തിന് നമ്മൾ ഒരു ഫ്ലെക്സ് ക്യൂക്ക് അവിടെ ഫുൾ പെട്ടെന്ന് തന്നെ സെറ്റായി കൊടുക്കുക. അപ്പോൾ അത് പശ ഫുള്ള് തേച്ചുണ്ട്. നമുക്ക് ടയർ ഏത് ഭാഗം വേണം ഈ ഒരു ഭാഗം സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തോ ഒരു ഒട്ടിന്നൊന്നും ഒരു ഐഡിയില്ല, അല്ല ഏകദേശം ഒരു ഐഡിയിൽ. അത്യാവശ്യം നല്ല രീതിയിൽ ഒട്ടിയുണ്ട് കേട്ടോ. ഗ്ലൂ മാത്രം ചെയ്തിട്ടുള്ളൂ, ഫ്ലെക്സ് ക്യൂക്ക് ഒട്ടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട്. ഇനി എന്നാലും ഒരു ബലത്തിന് വേണ്ടിയിട്ട്, അതായത് 12 ഇഞ്ചിൻ്റെ JBL ആണ് ഇത് മടിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ ആലോചിക്ക്, പവർ വരെ ഒരു രക്ഷയില്ലാതെ 1200 വാട്ട്സ് ആണ് നമുക്ക് കൊടുക്കാൻ പോണത്. കില്ലിങ്ങും സംഭവം വീട്ടിലേക്ക് വെക്കുകയാണെങ്കിൽ വീട് കുലുങ്ങി വേറെ ലെവലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ വയ്യ. നമ്മൾ സൈഡിലൊക്കെ സ്ക്രൂ ചെയ്ത് കൊടുക്കണ്ടിട്ടാവാ, അതൊക്കെ സ്ക്രൂ ചെയ്ത് ഫ്രണ്ട്സ്. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ഒരു ബ്ലാക്ക് സ്ക്രൂ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രില്ലർ എടുത്തിട്ടുണ്ട് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോക്ക് ടൈം കുറേ എടുക്കണമായതുകൊണ്ട് ഡ്രില്ലർ എടുത്താൽ, അല്ലെങ്കിൽ സാധാരണ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ചെയ്താലും മതി. നമുക്ക് ഇതിനുള്ളിൽ കയറ്റിയിട്ട്
ഡ്രില്ല് ചെയ്ത് കൊടുക്കുക. ഇത് അടിപൊളിയായിട്ട് സെറ്റായിട്ടാണ്. സ്ക്രൂവും ചെയ്ത് നമ്മൾ ഗ്ലൂവും ചെയ്തപ്പോൾ സെറ്റായിട്ട് ഇരുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് നോക്കാം. കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് സ്പ്രേ പെയിൻ്റ് അടിച്ച് കൊടുക്കാം കേട്ടോ. ഗ്രേ അടിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ അതേ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്പ്രേ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ ഇത് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സ്ക്രൂ ചെയ്തിട്ട് എല്ലാ ഭാഗവും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ അളവ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗങ്ങളിൽ ഹോൾ ചെയ്ത് കൊടുക്കണം. കാരണം ഈ സ്പീക്കറുകൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് വെക്കണം. ഇവിടെ വരണം, അതുപോലെ ഇവിടെ വരണം, മുകളിൽ വരണം, മുകളിൽ വരണം. അങ്ങനെ 4 മൊത്തം ഇവിടെ സെറ്റ് ചെയ്യണം. സെൻറ്ററിൽ സബും സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഉണങ്ങി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ വലിയ ഹോൾ, അതുപോലെ തന്നെ ഇവിടെ വലിയ ഹോൾ ഇട്ടിട്ടുണ്ട്. അടിയിൽ ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം ഹോൾ ഇപ്പുറത്തോട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ഇതാണ് മുകൾ വശം വരെ കേട്ടോ. സോറി, ഈ ഒരു ഭാഗത്ത് 2 PVC ഒരളവിൽ കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം സ്പീക്കർ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, PVC ഗ്ലൂ ചെയ്യണ്ട, അതിന് ടയർമ ചെയ്യപ്പോ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഒരുവിധം പകുതി ഭാഗം പണി കഴിഞ്ഞെന്ന് പറയാം. ഇനിയും കുറേ പണി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടാ ഫുൾ ബ്ലാക്ക് അടിക്കാം നമുക്ക്. ആദ്യം ഫ്രെയിം, അതായത് ഈ ഒരു മരത്തിൻ്റെ കളറും എല്ലാം കൂടി മിക്സ് ആക്കി ബ്ലാക്ക് ഫുൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടയർ ഫുള്ള് ബ്ലാക്ക് പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. സ്പ്രേ പെയിൻ്റ് ആണ്. 20 വാട്ട്സിൻ്റെ 2 സ്പീക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്പീക്കറാണിത്. അതുപോലെ തന്നെ അതിലും ചെറിയ 7 വാട്ട്സിൻ്റെ 2 സബ് എടുത്തിട്ടുണ്ട്. 2 സബ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വയർ ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനും വയർ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് മെയിൻ ആംപ്ലിഫയറിൽ കൊടുക്കാനുള്ള വയർ. ഇത് ഈ ചെറിയ സബും ഇതും കൂടി തമ്മിൽ കണക്ട് ചെയ്യാനുള്ള വയർ കണ്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ സ്പീക്കർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. സബ് ഗ്ലൂ ചെയ്താലേ മര്യാദക്ക് ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 2 ചെറിയ സബ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇനി നമുക്ക് ഈ വലിയ സ്പീക്കർ സബല്ല സ്പീക്കർ സെറ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഇത് അടിപൊളി സ്ട്രോങ് ആയിട്ടുണ്ട്. ഇവിടെ സ്ക്രൂ, ഇവിടെ സ്ക്രൂ, ഇവിടെ 4 സ്ക്രൂ അടിച്ചേക്കുന്നത് പക്കാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പുറത്ത് ഫ്രണ്ട്സ്, അപ്പോൾ JBL 1200 വാട്ട്സ് 12 ഇഞ്ച് സ്പീക്കർ കേട്ടോ. സ്പീക്കറല്ല, സബ്ബാണ്. ആക്ച്വലി കില്ലിങ് സാധനം. ഇതാണ് നമ്മളെ മെയിൻ ഐറ്റം. ഇത് കാണിച്ചു തരാം. ഭയങ്കര പാക്കിംഗ് ഒക്കെ ആണ്. JBL ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട്. ഇതേ ഇരിക്കുന്ന സാധനം. ആദ്യമേ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായി സാധനത്തിൻ്റെ പവറും കാര്യങ്ങളൊക്കെ. കണ്ടോ, ഓനെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ആദ്യം എടുത്ത് വെക്കട്ടെ. ഇനി നമുക്ക് ആദ്യം ഇതുമ്പോൾ ഒരു വയർ കണക്ഷൻ കൊടുക്കണം. അതിന് ശേഷം വേണം ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഇതുമ്പോൾ 2 വയർ സോൾഡ് ചെയ്ത് പിടിപ്പിക്കുക. JBL 1200 വാട്ട്സ് കണ്ട, 1200 വാട്ട്സ് 12 ഇഞ്ച് സബ്ബാണ്. രക്ഷയില്ല, കീലിങ്ങി വേറെ ലെവലാവും. കണ്ട, ഡബിൾ മാഗ്നറ്റ് കണ്ട, പവർ സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ വയർ സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇറക്കി വെക്കാം. നല്ല വെയിറ്റ് ഉണ്ട്. ആദ്യം നമുക്ക് സോൾഡ് ചെയ്ത വയർ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കാം. ശേഷം വെക്കാം. മോളിൽ ചെയ്യാം. എന്താ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നോക്കിയാൽ കണ്ട, പക്കായിട്ട് സിറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്പീക്കറും ഇവിടെ സ്പീക്കർ, ആ 2 ചെറിയ സബ്, ബിഗ് സബ്, ഇതാണ് നമ്മളെ മെയിൻ ഐറ്റം. കണ്ട, അധികം തൊടാൻ പാടില്ല, എന്നാലും ജസ്റ്റ് കണ്ട സൗണ്ട് കേട്ടോ. പിന്നെ അടിക്കുമ്പോൾ സൗണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പവർ സാധനമായിരിക്കും. അപ്പോൾ ബാക്കി ഇതിൻ്റെ വയറിങ് കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വയറിങ്ങും കാര്യങ്ങളും ചെയ്യാം കേട്ടോ. ഓ, നല്ല വെയിറ്റ് ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫുള്ള് പെയിൻ്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നോക്കിയാൽ ഇവിടെ സ്ട്രിപ്പ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. രാത്രി അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. എന്തായാലും സംഭവത്തിൻ്റെ ഒരു രക്ഷയില്ല, കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫീൽ ഉണ്ട്. ഇനി ബാക്കിൽ കുറച്ച് വർക്കും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ഈ ഒരു ഭാഗം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സൗണ്ട് അടിക്കൽ കുഴപ്പമില്ല, എന്നാലും സെറ്റായിട്ടില്ല. അപ്പോൾ അതേ നമ്മുടെ ഒരു ബോക്സ് അല്ല, നമ്മൾ അന്ന് അക്വോറിയത്തിൻ്റെ വീഡിയോ ചെയ്തില്ലേ പണ്ട്, അപ്പോൾ അതിന് വാങ്ങിയ അക്രലിക് ബോർഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വശത്ത് നമ്മൾ ലൈറ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് 12 വാട്ടിൻ്റെ ലൈറ്റ് എക്സ്ട്രാ അഡാപ്റ്റർ വെച്ചാണ് കൊടുക്കണം. അപ്പോൾ ഇതാദ്യം ഒലിച്ച് കളഞ്ഞിട്ട് നമുക്ക് കയറ്റാം കേട്ടോ.
അപ്പോൾ അതിൻ്റെ ലൈറ്റിൻ്റെ വയറും കാര്യങ്ങളാണ് ഇപ്പോൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ഹോളിട്ട് ഓൾറെഡി അവിടെ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ കണ്ട ഇവിടെ അക്കർ ഗ്ലാസ് വന്നേക്കണ് കണ്ട. ഇവിടെ ഹോള് ഇട്ടായിരുന്നാൽ നമുക്ക് അതിൽ കൂടി വയറിങ് കണക്ഷൻ പുറത്തേക്ക് എടുക്കാൻ പറ്റി. ബാക്ക് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് വയ്ക്ക് രക്ഷയില്ല, സെറ്റായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ കണ്ട ഇതാണ് നമ്മളെ മൊത്തത്തിലുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിന് ഓരോ 2 ഇഷ്ടിക കണ്ട് വെച്ചേക്കണ്. നമുക്കിത് സ്റ്റാൻഡ് ഉണ്ടാക്കാം. ഇതിപ്പോൾ വീഡിയോയിൽ കുറച്ചും കൂടി സ്റ്റാൻഡ് ഉണ്ടാക്കണ കാട്ടി വരുമ്പോൾ നല്ല ലെങ്ത്ത് വരും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത് വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണ്. കണ്ട സംഭവം ഇഷ്ടിക ഇല്ലെങ്കിലും സംഭവം ഇരുന്നോളും. അഥവാ ഇനി സബ് അടിക്കുമ്പോൾ നല്ല പവർ വരുന്ന കാരണം ജസ്റ്റ് ഇഷ്ടിക വെച്ചെന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ചെയ്യുന്നുണ്ട്. ചങ്ങലിട്ടപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ടയറിന് ഫുള്ള് വർക്ക് ആയിട്ടുണ്ട്. അതായത് ഇതാണ് നമ്മളെ ജയന്റ് സ്പീക്കർ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. അതൊക്കെ ആ ലുക്ക് നോക്കി അടിയത്ത ചങ്ങലൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ ആകെ ലുക്ക് അങ്ങോട്ട് മാറി. ആകെ ഒരു ഭീകര ഫീലായിന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇതുവരെ ചെയ്തേക്കണതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വലിപ്പം നോക്കിയേ കണ്ട, അത്രയും വലിയൊരു സംഭവമാണ്. ചങ്ങലൊക്കെ ഇട്ടപ്പോൾ ആകെ ലുക്ക് മാറി, രക്ഷയില്ല. ഫുൾ ലൈറ്റിംഗ് ആണ്. അപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കില്ലിങ് സാധനം. അപ്പോൾ ഇതിന് ബാക്ക് ചെയ്ത് സെറ്റപ്പ് ഒന്ന് കാണിച്ചു കേട്ടോ. അതായത് ആംപ്ലിഫയർ ഇതിന് സപ്പോർട്ട് ചെയ്യണം. അതായത് JBL 1200 വാട്ട്സിന് സപ്പോർട്ടാണ് ആമ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇതാണ് ആമ്പ്. അതിൻ്റെ തന്നെ ആമ്പാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. കണ്ടോ, സംഭവം ഫുൾ സെറ്റാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സ്പീക്കർ സെറ്റ് ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാം കേട്ടോ. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സംഭവം. സബ് ഓൺ ആണ്, സ്പീക്കർ മൊത്തത്തിലാണ്. ലൈറ്റ് മാത്രം ഓഫാക്കി ലൈറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്ലൂടൂത്താണ് സംഭവം നമ്മൾ പാട്ട് വെക്കാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്യാം. നമുക്കിത് ആകെ വയർ വന്നേക്കണം എന്ന് പറയുന്നത് നമ്മളെ സ്പീക്കറിൻ്റെയും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ മാത്രമാണ്. നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകട്ടോ. നമുക്ക് വല്ല പാർട്ടിക്ക് പുറത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എവിടേക്കും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വലിയ ജയന്റ് സ്പീക്കറാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ആദ്യം കണക്ട് ചെയ്യാം. കണക്ഷൻ സക്സസ് ആയിട്ടെന്ന് പറയേണ്ടവർ. അപ്പോൾ എന്തായാലും നോക്കാം. നമുക്ക് ഇതിൽ ആദ്യം ഒരു പാട്ട് വെക്കണം. കാരണം കോപ്പിറൈറ്റ് ഇല്ലാത്ത പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ പാട്ടും വെക്കാൻ പറ്റില്ല. ആദ്യം നമുക്ക് ഒരെണ്ണം വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഒരു DJ റിമിക്സ് നമുക്ക് ഫസ്റ്റ് വെച്ച് വെക്കാം. അടിയൊക്കെ ഒരു രക്ഷയില്ല. കാരണം എന്തെങ്കിലും ചാടി ചാടി വിറക്കും. നമുക്ക് എന്തായാലും ഫസ്റ്റ് വരെ വെച്ച് വെക്കാം കേട്ടോ.
മടകാളി പെണ്ണേ ഒരു വല്ലം പൊന്നും പോകും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റാക്കി ചിമട്ട സാധനം നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നൈറ്റിലെ വിഷ്വൽസ് എങ്ങനെയുണ്ടെന്ന് കാണാം. പൊളിക്കാപ്പ വെക്കണ്ട. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ജല്ലിക്കെട്ട് എന്താ പറയാ അത്രക്ക് ഭീമാകാരമായ സംഭവം കൊണ്ടായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടല്ല എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ തന്നെ ലൈക്ക് അടിച്ചു വെക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. അതിന്റെ അഭിപ്രായ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഗീവ് പങ്കെടുക്കാനായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു കമന്റ്. അതുപോലെ തന്നെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടാവുക, വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഈ സംഭവം രക്ഷയില്ല. നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യും. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം കുറേ ഹാർഡ് വർക്കും എന്താ പറയാ അത്രക്ക് പറയണ്ട. അപ്പൊ ഈ വർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്നുള്ളത്. എന്തായാലും മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യാൻ പറയാനുള്ള കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ചല്ല നല്ലോണം എക്സ്പെൻസീവ് ആണ്. നമ്മൾ മാക്സിമം ചേർത്തൊക്കെ ചെയ്യാട്ടോ. പിന്നെ ഇതിന്റെ വാങ്ങാൻ, അതായത് നമ്മൾ ഈ വീഡിയോക്ക് ഉപയോഗിച്ചേക്കണ എല്ലാ സാധനങ്ങളും വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് ഇതുപോലുള്ള ഹെവി കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വലിയ വലിയ ഹെവി കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് അത് ചെയ്യാം. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യൂട്ടെ എന്തായാലും. അപ്പൊ എന്താ പറയാ, ഇതിലും നല്ല വീഡിയോ നമുക്ക് വീണ്ടും വരാം. It's me, Muhammad Yasil, signing out.